എല്ലാവർക്കും വിഷുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യം സമ്പത്തും ഉണ്ടാകുവാൻ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാവണം. കുടുംബത്തും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ തീർച്ചയായും നടക്കുകയുള്ളൂ. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലത് ദോഷകരമാവുകയും ചെയ്യും. ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ എല്ലായിടത്തും വൃത്തിയായി അടുക്കും ചിട്ടയുമായി സൂക്ഷിക്കണമെന്നാണ്. വൃത്തിയുള്ള അവിടെ ലക്ഷ്മി കടാക്ഷം പ്രദാനം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെ വീടും സ്ഥാപനവുമൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ഗുണപ്രദമായ പ്രഭാവം ചെലുത്തുകയും അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് ഇടയാകുകയും ചെയ്യുന്നു. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാവരും തമ്മിലുള്ള ഐക്യവും സന്തോഷവും സമാധാനവും നിലനിർത്താനും സമ്പത്ത് വർദ്ധിക്കാനും ദാരിദ്ര്യവും ദുരിതങ്ങളൊക്കെ മാറി സകലവിധ ഐശ്വര്യം ഉണ്ടാവാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണം. ഇതിനൊക്കെ വൃത്തിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ ഈ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിൽക്കാൻ യോഗമുണ്ടാവുകയുള്ളൂ. നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഒരു സാധനമാണ് ചൂല്. അതുകൊണ്ട് തന്നെ വാസ്തുവിൽ ചൂലിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. പുതിയ ചൂല് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം, പുതിയ ചൂല് വാങ്ങാൻ പാടില്ലാത്ത ദിവസം, ചൂല് ഉപേക്ഷിക്കേണ്ട ദിവസം, ചൂല് സൂക്ഷിക്കേണ്ട ദിശ, ചൂല് ഉപയോഗിക്കേണ്ട സമയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുമുണ്ട്. ചൂല് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഐശ്വര്യം കെടുത്തുമെന്നാണ് പറയുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം ചൂൽ ഉപയോഗിക്കേണ്ട സമയം കൃത്യമായി പറയുന്നുണ്ട്. പുലർച്ചെ ഉദയത്തിന് ശേഷവും ഉദയത്തിന് മുമ്പും സന്ധ്യയ്ക്കും അടിച്ചു വാരാം. ബ്രഹ്മമുഹൂർത്തത്തിലും നട്ടുച്ചയ്ക്കും ത്രിസന്ധ്യയ്ക്കും രാത്രിയിലും ഒന്നും ചൂല് ഉപയോഗിച്ച് അടിച്ചു വാരരുത് എന്നാണ് പറയുന്നത്. വീട്ടിൽ ശരിയായ രീതിയിൽ ചൂല് സൂക്ഷിച്ചാൽ അനുഗ്രഹം പ്രദാനം ചെയ്യും. ചൂലുകൾക്ക് വീടിൻ്റെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് കോണിൽ സൂക്ഷിക്കുക. അടിച്ചു വാരിയതിന് ശേഷം ചൂലുകൾ ദൃഷ്ടിയിൽ പതിയാത്ത ഇടങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഉത്തമം. ചൂല് കിടത്തിയാണ് വെക്കേണ്ടത്. തല തിരിച്ച് വെക്കരുത്. ചൂലിൽ ചവിട്ടുകയോ അതിനെ മറികടക്കുകയോ ചെയ്യരുത്. കാരണം ഇത് ലക്ഷ്മി ദേവിയുടെ അപ്രീതിക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. ചൂൽ പഴകി ചീത്തയായാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റണം. പഴയ ചൂലുകൾ ഉപേക്ഷിക്കേണ്ട ദിവസം സംബന്ധിച്ച് വാസ്തുവിൽ പറയുന്നുണ്ട്. വ്യാഴവും വെള്ളിയും ഒരിക്കലും ചൂല് കളയരുത്. ഈ ദിവസങ്ങളിൽ ചൂല് ഉപേക്ഷിച്ചാൽ ലക്ഷ്മി ദേവി ആ സ്ഥലത്ത് നിന്ന് പടിയിറങ്ങുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ചൂല് ആ ദിവസങ്ങൾ ഉപേക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. പുതിയ ചൂല് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ശനിയാഴ്ചയാണ്. കൃഷ്ണപക്ഷത്തിൽ ചൂല് വാങ്ങുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചയും ചൂൽ വാങ്ങാൻ ശുഭകരമാണെന്ന ദിവസമാണ്. ഇത് ലക്ഷ്മി കടാക്ഷവും ഒപ്പം സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ ചൂല് വാങ്ങാൻ പാടില്ലാത്ത ദിവസം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീടിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ പുതിയ ചൂല് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ശുക്ലപക്ഷത്തിൽ വാങ്ങരുത് എന്നാണ്. ഇതിന് കാരണം ദൗർഭാഗ്യവും ദുരിതവും ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് വിശ്വാസം. വാസ്തുശാസ്ത്രപ്രകാരം ചൂല് എന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയായ മഹാലക്ഷ്മിയെ ബന്ധപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും സമാധാനത്തെയും ഇത് നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ചൂല് ഈ പറയുന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും ഒക്കെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവിധ ദോഷങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.